ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും തിരുമേനിക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുവാൻ കൃപ ചെയ്യണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അഭിവന്യ തോമസ് സാമുവൽ തിരുമേനി, വെരി റവറൻഡ് ടിയോ ഉമ്മൻ അച്ഛൻ, ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. പെന്തക്കോസ്തിന് പിൻവരുന്ന നാളുകളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പെന്തക്കോസ്തിന് പിൻവരുന്ന നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സഭയായി ഓരോ ഞായറാഴ്ചയും ചിന്തിക്കുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിട്ടുള്ള വിഷയം ഡിസൈപ്പിൾഷിപ്പ്, കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ. ശിഷ്യത്വം, വന്ന് കാൺമീൻ, പോയി പറയുവീൻ. ഈ വിഷയമാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങൾ എല്ലാം ശിഷ്യത്വത്തെ പരാമർശിക്കുന്ന വേദഭാഗങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിത പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ശിഷ്യന്മാരെ വിളിച്ച് അവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. നാളെ വിശുദ്ധ പത്രോസിൻ്റെ നാളാണ്. 30-ാം തീയതി ചൊവ്വാഴ്ച പൗലോസും 12 അപ്പോസ്തലന്മാരെയും ഓർക്കുന്ന ദിവസമാണ്. ജൂലൈ 3 വിശുദ്ധ തോമസിൻ്റെ നാളാണ്. മഹായിടവകയായി ശിഷ്യത്വത്തിൻ്റെ വർഷം നാം ആചരിച്ചതാണ്, ഇയർ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ആ ഒരു വർഷം മുഴുവനും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മഹായിടവകയിലും അതുപോലെ സഭകളിലും ഒക്കെ നാം വിചിന്തനം ചെയ്തത്. എന്താണ് ശിഷ്യത്വം? അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ശിഷ്യൻ യേശുക്രിസ്തുവിൻ്റെ പഠിതാവ് അല്ലെങ്കിൽ അനുയായി ആണ്. നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുക, അവൻ്റെ സ്വഭാവം സജീവമായി അനുകരിക്കുക, അവൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിക്കുക, മറ്റുള്ളവരെ അങ്ങനെ ചെയ്യുവാൻ സഹായിക്കുക എന്നിവയാണ് ശിഷ്യത്വം എന്ന് പറയും. നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുക, അവൻ്റെ സ്വഭാവം സജീവമായി അനുകരിക്കുക, അവൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിക്കുക, മറ്റുള്ളവരെ അങ്ങനെ ചെയ്യുവാൻ സഹായിക്കുക എന്നെല്ലാമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗുരു എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം ശിഷ്യൻ, അല്ലെങ്കിൽ ഗുരുവിനെ പോലെ ആകുന്നവൻ. നമ്മൾ പാടാറുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ. പാടുന്നതല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ത്യൻ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്ന VK കൃഷ്ണമേനോൻ്റെ അനന്തരവനായിരുന്നു P. സുധാകർ മേനോൻ. സുധാകർ മേനോൻ്റെ പ്രൊഫസറായിരുന്നു പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തീർന്ന ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഒരു ദിവസം ഈ സുധാകർ മേനോൻ ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞു, ഐ വാണ്ട് ടു മേക്ക് യു മൈ ഗുരു. അങ്ങേ എൻ്റെ ഗുരുവായി
സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, മൈ ബോയ്, there is only one person I know who is worthy to be called a guru, and that is Jesus of Nazareth. സുധാകറിൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഈ പ്രസ്താവന ആഴമായ സ്വാധീനമുളവാക്കി. പിൽക്കാലത്ത് സുധാകർ മേനോൻ യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനായി മാറി. ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനമാണ്. ശിഷ്യൻ ആരായിരിക്കണം, ശിഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് തുടങ്ങിയ സംഗതികൾ വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ സുവിശേഷ പാഠഭാഗമായി വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനാണ്. കർത്താവായ യേശു ക്രിസ്തു ശ്ലാഘിച്ച മനുഷ്യൻ, ക്രിസ്തുവിൻ്റെ മുന്നോടി, അല്ലെങ്കിൽ മശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവൻ എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാൻ കഴിയും. യോഹന്നാൻ സ്നാപകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട സ്വഭാവ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. യോഹന്നാനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒന്നാമത് എൻ്റെ ശ്രദ്ധയിൽ വന്നത്, താൻ ആരാണെന്ന ബോധ്യം സ്നാപകനുണ്ടായിരുന്നു. താൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം, താൻ ആരാണ്, താൻ എന്താണ്, ലോകത്തിലേക്ക് വരുവാനുള്ള മശിഹയാണോ യോഹന്നാൻ എന്ന് ജനങ്ങൾ സംശയം ഉന്നയിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവല്ല. അവൻ പിന്നെയും മറുത്തു പറഞ്ഞു എന്ന് പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവൻ. മാത്രവുമല്ല, ഗുരുവിനെ സാക്ഷിക്കുന്നവനാണ് ശിഷ്യൻ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയാണ്. ഗുരുവിനെ സാക്ഷിക്കുന്നവനാണ് ശിഷ്യൻ. ഞാൻ ഒന്നുമല്ല, എൻ്റെ ഗുരുവിൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. മാത്രവുമല്ല, കടന്നുപോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാണ് ലോകം കാത്തിരുന്ന മശിഹ. പ്രവാചകന്മാർ പ്രവചിച്ച മശിഹ ഇവനാകുന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ഒരു ചൂണ്ടുപലക അല്ലെങ്കിൽ ഒരു കൈച്ചൂണ്ടി യേശുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരു ചൂണ്ടുപലകയാകുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ സ്നാപകനെ പോലെ ഗുരുവിനെ ചൂണ്ടിക്കാട്ടുന്നവനായിരിക്കണം ശിഷ്യൻ. യേശുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാട്ടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കേരളത്തിൽ CMS മിഷണറിമാർ വരുവാൻ കാരണഭൂതനായത് കേണൽ ജോൺ മൺറോയാണ്. ഒരേ സമയം ദിവാനും റെസിഡൻറ്റുമായിരുന്ന കേണൽ ജോൺ മൺറോ ഗവൺമെൻറ്റിലെ ഉന്നത സ്ഥാനം വഹിക്കുമ്പോൾ പോലും ഹൃദയത്തിൽ അദ്ദേഹം ഒരു മിഷണറിയായി. കേരളത്തിലെ ജനതയുടെ രൂപാന്തരത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അനിവാര്യമാണ്. വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യണം, വേദപുസ്തകം പഠിക്കണം. അതിന് അദ്ദേഹം CMSന് എഴുതി മിഷണറിമാരെ അയക്കുവാൻ. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് CMS മിഷണറിമാര് കേരളത്തിൽ വന്നത്. ആദ്യത്തെ മിഷണറി തോമസ് നോർട്ടനാണ്. അദ്ദേഹത്തെ അയച്ചത് സിലോണിലേക്കാണ്. അദ്ദേഹം സിലോണിൽ കപ്പലിറങ്ങിയപ്പോൾ CMSന്റെ ലെറ്റർ അവിടെ കണ്ടു, കേരളത്തിലേക്ക് പോകുവാൻ. അങ്ങനെയാ തോമസ് നോർട്ടൻ ആലപ്പുഴയിൽ വന്നത് എന്ന് നമുക്കറിയാം.
നമ്മളൊരു മിഷണറി മഹായിടവകയാണ് എന്ന് പറയുന്നതിൽ ഊറ്റം കൊള്ളുന്നവരാണ്. മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 7 നാമം. കാരണം അത്രമാത്രം മിഷണറി പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. പറക്കാൽ മിഷൻ, ആന്ധ്ര മിഷൻ, ചർക്കാരി മിഷൻ, മൈസൂർ മിഷൻ, ഇപ്പോൾ നമ്മൾ നേപ്പാൾ മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് മിഷൻ അത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. അത് നമ്മൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്, നോർത്ത് ഈസ്റ്റ് മിഷൻ. അപ്പോൾ ഇതിനൊരു മുഖാന്തരമായി തീരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. വിദേശ മിഷൻ പ്രവർത്തനങ്ങളുടെ ആരംഭം പറക്കാൽ മിഷനോടുകൂടെയാണ്. ഇത് സാധ്യമായത് അതിനൊരു ചൂണ്ടുപലകയായി തീർന്നത് മഹാനായ ആദരണീയനായ ഡോർണക്കൽ മഹായിടവക ബിഷപ്പ് VS അസറിയ തിരുമേനിയായിരുന്നു. CMS കേരളത്തിൽ വന്നതിൻ്റെ ശതാബ്ദി കൊണ്ടാടിയത് 1916 അന്നത്തെ വിശിഷ്ടാതിഥി ഡോർണക്കൽ മഹായിടവക ബിഷപ്പ് VS അസറിയ തിരുമേനിയായിരുന്നു. അദ്ദേഹം കരിനഗറിനെ കുറിച്ച്, ഡോർണക്കലിനെ കുറിച്ച്, പറക്കാൽ ഏരിയയെക്കുറിച്ച് അന്ന് വർണ്ണിച്ചു. അവിടെ സഹായം ആവശ്യമാണ്. ജനങ്ങൾ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്നവരാണ്. സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും അവർ പിന്നോക്കമാണ്. നിങ്ങൾ വന്ന് അവരെ സഹായിക്കുമോ എന്ന് VS അസറിയ തിരുമേനി ചോദിക്കുകയാണ്. ആ ചലഞ്ച് ഏറ്റെടുത്തത് അന്നത്തെ യുവജനങ്ങളാണ്. KE ഈപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈവിരൽ മുറിച്ച് പറക്കാലിലേക്ക് പോകുവാൻ തീരുമാനം എഴുതിയ ആളാണ് KE ഈപ്പൻ. അവിടെ തന്നെ മരിച്ച് അടക്കപ്പെട്ടു KE ഈപ്പൻ അച്ഛനും കൊച്ചമ്മയും. പ്രിയമുള്ളവരെ, ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിനെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ചൂണ്ടുപലകയായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഇത് കേട്ട് യോഹന്നാനെ വിട്ടിട്ട് അവർ യേശുവിൻ്റെ പിന്നാലെ പോയി. അവർ യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർ യേശുവിനെ അനുഗമിക്കുവാൻ ഇടയാകണം. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ശിഷ്യത്വം. യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം. അവർ ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കുന്നു? ഗുരു നീ എവിടെ പാർക്കുന്നു? യേശു അവരോട് പറഞ്ഞു, വന്ന് കാൺമീൻ, കം ആൻഡ് സീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ എവിടെ താമസിക്കുന്നു എന്ന് നിങ്ങളൊന്ന് വന്ന് നേരിട്ട് കാണുക. കം ആൻഡ് ലേൺ, നിങ്ങൾ വന്ന് പഠിക്കുക. കം ആൻഡ് എക്സ്പീരിയൻസ്, നിങ്ങൾ വന്ന് അനുഭവിച്ചറിയുക എന്ന് പറയുകയാണ്. അന്ന് അവർ അവനോടുകൂടെ പാർത്തു. യേശുവിനോടുകൂടെ പാർക്കുക, യേശുവിനോടുകൂടെ വസിക്കുക, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് യേശുവിനോടുകൂടെ വസിക്കുക, യേശുവിനോടുകൂടെ പാർക്കുക എന്ന് പറയുന്നു. നമുക്കറിയാം, എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ നേരം സന്ധ്യയോടടുക്കുന്നു. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ യേശുവിനെ ക്ഷണിച്ചു, നേരം സന്ധ്യയായി, നേരം വൈകിയല്ലോ, ഞങ്ങളോടുകൂടെ പാർക്കുക, ഞങ്ങളോടുകൂടെ പാർക്കുക. യേശു അവരോടുകൂടെ പാർക്കുവാൻ ചെന്നപ്പോൾ അത്താഴത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. അവർ യേശുവിനെ തിരിച്ചറിയുകയാണ്. യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ, യേശു ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ യേശുവിനോടുകൂടെ പാർക്കണം, അല്ലെങ്കിൽ യേശുവിൽ വസിക്കണം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു, എങ്ങനെ ആണ് യേശുവിൽ വസിക്കുന്നത്? എങ്ങനെ യേശുവിൽ വസിക്കാൻ കഴിയും? അല്ലെങ്കിൽ യേശു എങ്ങനെ നമ്മിൽ വസിക്കുമെന്ന് എനിക്ക് പറയാൻ ഒരു വാക്യമേ ഉള്ളൂ പെട്ടെന്ന്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ
അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയവാതിൽ ബലമായി തള്ളിത്തുറന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നവനല്ല യേശു, മറിച്ച് നമ്മുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ്. നാം അനുവദിച്ചെങ്കിൽ മാത്രമേ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. നാം പാടുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരാകാം, പള്ളിയിൽ പോകുന്നവരാകാം, വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുന്നവരാകാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ എൻ്റെ യേശു കർത്താവേ, അങ്ങയെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ എൻ്റെ നാഥനായി, എൻ്റെ ദൈവമായി, എൻ്റെ രാജാവായി, എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? യേശുവിനെ നാം ക്ഷണിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിലേക്ക്? അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ ഇനിയും മാറ്റിവെക്കരുത്. ഇന്നു തന്നെ യേശുവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് നാം സ്വീകരിക്കണം. യേശുവിനോടുകൂടെ പാർത്ത യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരിൽ ഒരാൾ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. അന്ത്രയോസ് നേരെ പോയി തൻ്റെ സഹോദരനായ പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ കണ്ടപ്പോൾ പറഞ്ഞു, നീ യോഹന്നാൻ്റെ മകനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുന്നു. മറ്റുള്ളവരെ യേശുവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, അന്ത്രയോസിനെ പോലെ. ഇനി മറ്റൊരു സംശയം നമുക്കുണ്ട്, നമ്മൾ എവിടെയായി ഈ സുവിശേഷ വേല ചെയ്യേണ്ടത്? എവിടെയാണ് ആരംഭിക്കേണ്ടത്? എല്ലാം വിറ്റുപെറുക്കി നമ്മളങ്ങ് പറക്കാലിലേക്ക് പോകണോ, അതോ നേപ്പാളിലേക്ക് പോകണോ? വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു നിയോഗമാണ്, വിളിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ആരംഭിക്കണം സുവിശേഷ വേല. നമ്മുടെ കുടുംബത്തിൽ സുവിശേഷ വേല ആരംഭിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരംഭിക്കണം. നമ്മുടെ മാതാപിതാക്കളിൽ ആരംഭിക്കണം സുവിശേഷ വേല. നമ്മുടെ സമീപത്ത്, നമ്മുടെ അയൽപക്കങ്ങളിൽ സുവിശേഷ വേല ആരംഭിക്കണം. നമുക്ക് കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കണം. കർത്താവിൽ നിന്ന് അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. അതാ വാസ്തവത്തിൽ സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇന്നത്തെ വിഷയത്തിലെ 1-ാം ഭാഗം വന്ന് കാൺമീൻ എന്നുള്ളതാണ്. വന്ന് കാണുന്നു. 2-ാമത്തെ ഭാഗം ഗോ ആൻഡ് ടെൽ എന്നുള്ളതാണ്. പോയി പറയുക എന്നതാണ്. ഇവിടെ ഒരു സംഗതമായ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങളുണ്ട്. ആരാണ് പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? ആരോടാണ് പറയേണ്ടത്? നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്, ക്രിസ്ത്യാനികളാണ്, യേശുവിനെ അനുഗമിക്കുന്നവരാണ്, തോലശ്ശേരി CSI സഭാംഗങ്ങളാണ്. ആരാണ് സുവിശേഷം പറയേണ്ടത്? നമുക്കെന്തെങ്കിലും ബാധ്യതയുണ്ടോ? പലപ്പോഴും കണ്ടുവരുന്നത്, നമ്മളിങ്ങനൊരു ക്രിസ്തീയ പേരും ഒക്കെ ധരിച്ച് ജീവിക്കുന്നതല്ലാതെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിൽ നാം വിമുഖരാണ്. നമുക്ക് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്നുള്ളത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും, സൊറ പറഞ്ഞ് ചിരിക്കും, തമാശ പറയും, എല്ലാം ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ എൻ്റെ യേശു വലിയവനാണെന്ന്, അവൻ രക്ഷകനാണെന്ന്, അവൻ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട റോമർക്കെഴുതിയ ലേഖനം, അതിൽ 1-2 വാക്യങ്ങൾ വളരെ പ്രധാനമാണ് ഇന്നത്തെ ഈ ചിന്തകളോടുള്ള ബന്ധത്തിൽ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. എന്താണ് നമ്മൾ പറയേണ്ടത്? എന്താണ് പറയേണ്ടത്?
ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാദൗത്യം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ ബാധ്യസ്ഥരാണ്. അത് അനുഭവിച്ചറിയുന്നവർ അനുഭവിച്ചിട്ടില്ലാത്തവരോട് പറയുവാൻ കടമപ്പെട്ടവരാണ്. ആ ഒരു വലിയ ചുമതല നമുക്കുണ്ട്. ആദിമ ക്രൈസ്തവ സഭ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന്. ഈ രക്ഷയുടെ സന്ദേശം ലോകത്തോട് പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, എന്നാൽ രക്ഷിക്കപ്പെടും. ആരാ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ആ രക്ഷിക്കപ്പെട്ടവരുടെ ദൗത്യമാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിലൂടെ നേടിയ ആ രക്ഷ ലോകത്തോട് പറയുക എന്നുള്ളത്. എന്താണ് സുവാർത്ത എന്ന് പറയുന്നത്? എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിനെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവാകുന്നു എൻ്റെ സുവിശേഷം എന്നാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു കർത്താവ് രാജാവായി വീണ്ടും വരും. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കണം. എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്ന ഒരു യേശുവിനെ കുറിച്ച്, പാപങ്ങൾ മോചിക്കുന്ന യേശുവിനെ കുറിച്ച്, രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച്, അവൻ രാജാതിരാജാവായി വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ലോകത്തോട് പറയാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശിഷ്യന് സാധിക്കും. നാം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കൊരു സാക്ഷ്യ ജീവിതം ഉണ്ടായിരിക്കണം. നമ്മെക്കുറിച്ച് ലോകം പറയണം, ഇവൻ ഒരു ദൈവ പൈതലാണ്, ഇവൾ ഒരു ദൈവ പൈതലാണെന്ന് നമ്മെക്കുറിച്ച് പറയണം. അതിന് നമുക്ക് ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, സാക്ഷ്യ ജീവിതമുള്ളവർ ഗുരുവിനു വേണ്ടി സ്വയം അർപ്പിക്കുവാൻ തയ്യാറുള്ളവരാണ്. ഗുരുവിനു വേണ്ടി സ്വയം അർപ്പിക്കുവാൻ തയ്യാറുള്ളവരാണ് സാക്ഷ്യ ജീവിതമുള്ളവർ. അല്ലെങ്കിൽ ഗുരുവിനെ പോലെ ആകാൻ കഴിയണം. ക്രൈസ്റ്റ് ലൈക്ക്, ക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയണം. ഇന്നത്തെ ഗുരുപാദാന്തികം മഹായിടവക മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ധ്യാനസഹായി ഇന്നത്തെ രാവിലത്തെ വേദഭാഗം സുവിശേഷ പാഠഭാഗമാണ്. അത് ഇന്നത്തെ ധ്യാനചിന്ത എഴുതിയിരിക്കുന്നത് ഒരു ഡീക്കൻ അച്ഛനാണ്. ജെറിൻ മോനച്ചൻ എന്ന് പറയുന്ന ഒരു ഡീക്കൻ അച്ഛനാണ്. ആ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഒരു ഉദാഹരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു യുവതി അവളുടെ മാതാപിതാക്കളോട് ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം, എനിക്ക് മദർ തെരേസയെ കാണണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവൾ കൽക്കട്ടയിലെത്തി. ക്ഷീണിതയായ അവളുടെ കണ്ണുകൾക്കൊരു തിളക്കം ഉണ്ടായിരുന്നില്ല. മദർ അവളോട് പറഞ്ഞു, ഇവിടെയുള്ള ആരാധനയിൽ പങ്കെടുക്കുക, കൂട്ടത്തിൽ കാളിക്കട്ടിലെ ഹോം ഫോർ ദ ഡൈയിങ് സന്ദർശിക്കുവാനും പറഞ്ഞു. കുറേ സന്ദർശനങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മദറിനെ കെട്ടിപ്പിടിച്ച് മദറിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു,
ഞാൻ യേശുവിനെ കണ്ടു എന്ന്. ഞാൻ യേശുവിനെ കണ്ടു. മദർ ചോദിച്ചു, എവിടെയാണ് നീ യേശുവിനെ കണ്ടത്? അവൾ പറഞ്ഞു, മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആ ഹോമിലെ രോഗികളിൽ ഞാൻ യേശുവിനെ കണ്ടു എന്ന്. മരിക്കുന്നവർ, മരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ രോഗികളുടെ ഹോമിൽ അവരുടെ മുഖത്ത് ഞാൻ യേശുവിനെ കണ്ടു എന്ന് അവള് പറയുകയാണ്. പ്രിയരെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാകണം. അതിന് നാം യേശുവിനെ കണ്ടെത്തണം, യേശുവിനോട് കൂടെ പാർക്കണം, നാം യേശുവിനെ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ വാഗൊണ്ട് ഏറ്റുപറയാനും ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും സാധിക്കത്തുള്ളൂ. നമുക്ക് ധൈര്യത്തോടെ അന്നേരം പറയാൻ കഴിയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന്. എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യം അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കണം. യോഹന്നാന്റെ സാക്ഷ്യം അന്ത്രയോസിനെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചു. അന്ത്രയോസിൻ്റെ സാക്ഷ്യം പത്രോസിനെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിച്ചു. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും പ്രവർത്തനവും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുവാൻ പര്യാപ്തമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതൃകയുള്ള ഒരു ക്രൈസ്തവ ജീവിതം ചെയ്യുവാൻ, സാക്ഷ്യമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.